ഇവിടെ വരാനും നമ്മള് അതിലൊന്ന് നമ്മളെ നെറ്റിത്തടം വെക്കാനും ദ്വാരക്കാനൊക്കെ നമുക്ക് അവസരം കിട്ടിയത് അത് നമ്മളൊരു തൗഫീഖാണ്. ആരോഗ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മറിച്ച് ഇതിനോടുള്ള വല്ലാത്ത സ്നേഹം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന്റെ മുകളിൽ ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മറവ ഭാഗത്താണ്. അവിടെ നിന്ന് നടന്ന് ചില ദിവസങ്ങളിൽ 2 പ്രാവശ്യം എത്ര വയസ്സുള്ള ഖദീജ ബീവി 55 വയസ്സുള്ള. നിങ്ങൾക്ക് എത്ര വയസ്സായി? അവിടെ നിങ്ങൾക്ക് എത്ര വയസ്സായി? 65. ഉമ്മാനുവേറെ 10 വയസ്സിന് കുറവുള്ള ഖദീജ 55 വയസ്സുള്ള ഖദീജ ബീവി ചില ദിവസങ്ങളിൽ എത്ര പ്രാവശ്യം മല കയറിയിട്ടുണ്ടായിരുന്നു? 2 പ്രാവശ്യം ഈ മല ഭക്ഷണം കൊടുക്കാനൊക്കെ വന്നിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് എന്തിറങ്ങിയത്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന മലിന്റെ മുകളിലുള്ളത് തങ്ങൾ 6 മാസം ആരാധന എടുത്ത ആ മലിന്റെ മുകളിലുള്ളത്. പിന്നെ ഖുർആന്റെ പ്രകാശമുള്ള മലിന്റെ മുകളിലുള്ളത്. അപ്പൊ ചെറിയൊരു പ്രയാസം നമുക്ക് ചിലപ്പോ കയറിയപ്പോ അല്ലെങ്കിൽ ഇറങ്ങുമ്പോ കാല് കോച്ച് വലിക്കല് ചില പ്രയാസങ്ങളൊക്കെ സ്വാഭാവികമാണ്. എന്നാലും ഇരുന്നും നിന്നും നടന്നും മെല്ലെ മെല്ലെ നമ്മളെ ആരോഗ്യത്തിന്റെ ആ തോതനുസരിച്ച് നമ്മൾ ഇവിടെ എത്തി. അത് നമ്മളൊരു തൗഫീഖാണ്. നല്ല കണക്കാക്കി ഇവിടെ എത്താൻ. ഇത് കാണാതെ എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ടാവും. ഉണ്ടാവും. അപ്പൊ നമ്മളെ അമ്മയും ബാപ്പയൊക്കെ ചിലപ്പോ ഈ ഇതന്നെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എന്റെ വാപ്പ 3 പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഉംറ തര ചെയ്തിട്ടില്ല, ഹജ്ജ് തര ചെയ്തിട്ടില്ല, മക്ക തര കണ്ടിട്ടില്ല. പക്ഷെ മക്കളാകുന്ന ഞമ്മക്ക് ഭാഗ്യം കിട്ടുന്ന ചില ഉമ്മാരത് വായോ അല്ലെങ്കിൽ ഉസ്താദുമാരത് വായതെങ്കിലൊക്കെ എന്ന പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ദുആ എവിടെ വെച്ചിട്ടെങ്കിലും അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടാകും. പഠിച്ചോനെ എനിക്ക് മക്കയിൽ പോകണം, ഈ ജബൽ നൂർ കാണണം, ഈ മദീന കാണണം. നമ്മളെപ്പോഴും ദ്വാരക്കുമ്പോ ഏതെങ്കിലും ഒരു ദുആ അത് അള്ളാഹു താല സ്വീകരിച്ചിട്ടുണ്ടാകും. അതിന്റെ ഒരു ബറക്കത്തായിരിക്കും നമ്മൾ ഇവിടെ എത്താനുള്ള കാരണം. അള്ളാഹു നമ്മൾ ചെയ്യുന്ന ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെ കൂട്ടത്തിൽ പല ജാതി വിഷമങ്ങളുള്ളവരുണ്ട്, പല ജാതി വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു താല ഈ ഹിറാ ഗുഹയുടെ മുത്തായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഹൈറിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ. ഇവിടെ വെച്ച് ഖുർആനിലെ ആദ്യത്തെ ആ വചനം നമ്മളൊന്ന് ഓതല്ലേ. കാണാതെ അറിയുന്ന ആളുകൾ കാണാതെ ഓതുക, നോക്കി വന്ന ആളുകൾ നോക്കി ഓതുക. നമ്മൾ ഉറക്കട ഓതല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان